അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പാടിയ പാട്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ ജാനകിയമ്മയുടെ അതിമധുരമായ ശബ്ദത്തിലുള്ള ഒരു പാട്ടാണ് അല്ലേ. വളരെ പോപ്പുലറായ ഒരു പാട്ടാണ്. പരീക്ഷ എന്ന സിനിമയിലെ ജാനകിയമ്മ പാടിയ പാട്ട് ബാബുക്കയും ഭാസ്കരൻ മാഷും ഒത്തൊരുമിച്ച ഒരു സിനിമയാണ്. ഇഷ്ടംപോലെ ഗാനങ്ങളുണ്ട്. ബാബുക്കയുടെയും ഭാസ്കരൻ മാഷിൻ്റെയും ജാനകിയമ്മ പാടിയ ഇഷ്ടംപോലെ മലയാള ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന കുറേ ഒരു പിടി ഗാനങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്കിന്ന് നമ്മളെയെല്ലാം ഇന്നലെ ജാനകിയമ്മ വിട്ടുപോയ വിവരം വളരെ വ്യസനത്തോടെയാണ് നമ്മളെല്ലാവരും കേട്ടത് അല്ലേ. എന്നെ സംബന്ധിച്ച് ഞാൻ ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോൾ, ഒരു കാലത്ത് ഗാനമേളയ്ക്ക് പോയിരുന്ന കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും നമുക്ക് പഴയ പാട്ടുകളുടെ ലിസ്റ്റിൽ വരുന്ന കുറേ ഗാനങ്ങളുണ്ട് ജാനകിയമ്മയുടെ, ഇഷ്ടംപോലെ പാട്ടുകൾ. അതിലൊരു പാട്ടാണിത്. എല്ലാ പാട്ടുകളും ജാനകിയമ്മയുടെ മിക്ക പാട്ടുകൾ എടുത്താൽ ഏതേതാ പാടണ്ടേന്ന് നമുക്കറിയില്ല. അത്രയും മനോഹരമായ പാട്ടുകളാണ്. അതിൻ്റെ അർത്ഥവത്തായ വരികളും അതിൻ്റെ മ്യൂസിക്കും ജാനകിയമ്മയുടെ സൗണ്ടും കൂടി ആകുമ്പോൾ വളരെ വളരെ എന്താ പറയുക, അതിന് പ്രത്യേകിച്ച ഫീലിങ്ങുകളാണല്ലേ. അപ്പോൾ എനിക്ക് എല്ലാവരോടും ഒരു റിക്വസ്റ്റാണ് കേട്ടോ, വേറെ നമ്മുടെ ഇതായിട്ട് പറയുന്നതല്ല, ഒരു റിക്വസ്റ്റായിട്ട് കണക്കാക്കുക. ഞാൻ ഇന്നലെ മുതൽ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ എല്ലാവരും ഈ ജാനകിയമ്മയ്ക്ക് ആദരാഞ്ജലികൾ എന്ന് കുറേ പേര് എഴുതിയത് വളരെ തെറ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആദരാഞ്ജലികൾ എന്ന് എഴുതേണ്ടതിന് പകരം ആദരാജ്ഞലികൾ എന്ന് എഴുതുന്ന കുറേ പേരെ ഞാനത് കുറേ കണ്ടു. ഞാൻ ഇതൊന്നും മാത്രമല്ല, കുറേ നമ്മുടെ ലെജൻസൊക്കെ ഇതേപോലെ മരിക്കുമ്പോൾ കുറേ പേര് ഇതേപോലെ ആദരാഞ്ജലികൾ ഇടുമ്പോൾ ഒട്ടും ശ്രദ്ധിക്കാതെ ആദരാജ്ഞലികൾ എന്ന് പറഞ്ഞിട്ട് ഇടുന്നത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. നമ്മൾ എന്തോ അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ എന്തോ ടൈപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. നമ്മളൊരു ആദരാഞ്ജലികൾ ചെയ്യുമ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ വരികളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണമല്ലോ നമ്മൾ എന്ത് കാര്യം ചെയ്യാനായിട്ട് അല്ലേ. സോഷ്യൽ മീഡിയ എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരെയും അല്ല പറയുന്നത്, ചെയ്യുന്നവരെയാണ്. ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ 2-3 ആദരാഞ്ജലികൾ ഞാൻ കണ്ടു. അപ്പോൾ അതാണ് ഞാൻ ഇത്രയും പറയാൻ വേണ്ടിയിട്ട് കാരണം കേട്ടോ. അപ്പോൾ ജാനകിയമ്മയുടെ അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ജാനകിയമ്മയുടെ പാദങ്ങൾക്ക് ഞാൻ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ജാനകിയമ്മയുടെ ഈ കുറച്ച് പാട്ടുകളെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പാട്ടുകൾ കേട്ടോ. നമുക്ക് ദിവസങ്ങളെടുക്കും ജാനകിയമ്മയുടെ പാട്ടുകളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ. നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ ഒന്നും പോരാ, അത്രയും ദിവസങ്ങളെടുക്കും അല്ലേ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്, എനിക്കെന്ന് വെച്ചാൽ വളരെ ഇന്നലെ ജാനകിയമ്മയുടെ മരണവാർത്ത കേട്ടപ്പോൾ മുതൽ വളരെ ഒരു എന്താ പറയുക, വല്ലാത്തൊരു ഫീലിംഗാണ് നമുക്ക്. അപ്പോൾ എനിക്ക് കുറച്ച് ഗാനങ്ങൾ, നമ്മുടെ പണ്ട് പാടിയിരുന്ന കുറച്ച് ഗാനങ്ങൾ മനസ്സിൽ വരുന്നത് ഇങ്ങനെ 4 വരി കുറച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുത്ത പാട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം പാടിയത് പരീക്ഷ എന്ന സിനിമയിലെ ഗാനമാണ്. അവിടുന്ന് ഗാനം കേൾക്കാൻ എന്നുള്ളതല്ലേ. നിങ്ങളെല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. മലയാളികളാണോ ജാനകിയമ്മയുടെ പാട്ട് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ പുതുതലമുറ പോലും ജാനകിയമ്മയുടെ പാട്ടിനെ സ്വീകരിച്ചവരാണ്. അതായത് നമ്മുടെ ഗുണ സിനിമയിലെ കൺമണി അൻപോടു കാതലൻ ഞാൻ എഴുതും കടിതമേ, ഈ പാട്ട് നമ്മുടെ പുതിയ ജനറേഷൻ പോലും വളരെ ഏറ്റെടുത്തൊരു പാട്ടാണ്. മഞ്ഞുമ്മൽ ബോയ്സിൽ വീണ്ടും ആ പാട്ട് ജാനകിയമ്മയുടെ സൗണ്ടിൽ വന്നപ്പോൾ നമുക്ക് അല്ലേ കുറച്ചും കൂടി ആ പാട്ടിന് ഭയങ്കര വല്ലാത്തൊരു ഇത് കൊണ്ടെന്നാണ് ജാനകിയമ്മ നമുക്ക്. അപ്പോൾ എത്രയും മനോഹരമായ കുറേ ഗാനങ്ങൾ, എത്ര ഗാനങ്ങൾ നമുക്ക് പറയാനില്ല. തമിഴിൽ, തെലുങ്കിൽ ഒക്കെ ഉണ്ടല്ലോ, എല്ലാ ഭാഷയിലും പാടി, ജാപ്പനീസ് ഭാഷയിൽ പോലും പാടിയിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ അടുത്ത പാട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത് അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്നുള്ളൊരു
സിനിമയാണ്. നമ്മുടെ ബാബുക്കയും ഭാസ്കരൻ മാഷും കൂടി തന്നെയാണ് അതിൻ്റെ ഗ്രൂപ്പ്. അവർ രണ്ടുപേരും കൂടിയാണ് ആ പാട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ പാട്ട് ഏതാണ്? താമരക്കുമ്പിളല്ലോ മമ ഹൃദയം, ഇതിൽ താതാ നിൻ സംഗീത മധുപകരൂ. എന്ത് രസമല്ലേ. ശരിക്കും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുവനന്തപുരം ഒരു ക്ലബിൻ്റെ വാർഷികത്തിൽ ഗാനമേളയ്ക്ക് പാടിയിരുന്ന സമയത്തായിരുന്നു. അവിടെ ഒരു ക്ലബിൻ്റെ വാർഷികത്തിൽ വെറും നമ്മുടെ ഓൾഡ് സോങ്സ്, ജാനകി അമ്മയുടെ പാട്ടുകൾ മാത്രം. അങ്ങനെ ഞാൻ ജാനകി അമ്മയുടെ കുറച്ച് പാട്ടുകൾ അന്ന് കുത്തിയിരുന്ന് പഠിച്ചിട്ട് ഞാൻ പാടി. അതിലൊരു പാട്ടാണിത്, താമരക്കുമ്പിളല്ലോ. അന്ന് വെറും ജാനകി അമ്മയുടെ പാട്ടുകൾ മാത്രമായിരുന്നു ആ ക്ലബിൻ്റെ വാർഷികത്തിന് പാടിയിരുന്നത്. ഇപ്പോഴും എനിക്ക് വളരെ നല്ല ഓർമ്മകളാണ് അതിനെപ്പറ്റി. അപ്പോൾ ആ പാട്ട് പാടിക്കഴിഞ്ഞതും എനിക്ക് നോട്ടുമാലയൊക്കെ കൊണ്ടുവന്ന അവിടുത്തെ ആൾക്കാരൊക്കെ നോട്ടുമാലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വളരെ നല്ലൊരു അനുഭവങ്ങളാണ് ആ പാട്ടുകളൊക്കെ പാടിയിരുന്നപ്പോൾ. അതേപോലെ തന്നെ കുറേ ഫേവറേറ്റുള്ള പാട്ടുകൾ എനിക്കുണ്ട്. ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കുറച്ചുണ്ട്. അതിലാണിപ്പോൾ പാടി താമരക്കുമ്പിളല്ലോ. ആദ്യം പാടി അവിടുന്നൻ ഗാനം കേൾക്കാൻ. അതിൽ നമുക്ക് വീണ്ടും വരുന്നു കാട്ടുതുളസി എന്ന സിനിമയിൽ വീണ്ടും നമ്മുടെ വയലാർ മാഷും ബാബുക്കയും കൂടി ചെയ്ത ഒരു മൂവിയാണ് കാട്ടുതുളസി. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാട്ട്. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, പ്രേമപൂജ പുഷ്പവുമായി നീ തേടുവതാരേ ആരേ, തേടുവതാരേ ആരേ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സോങ്ങാണിത്, ജാനകിയമ്മയുടെ സോങ്. പിന്നെ നമുക്ക് കുറേ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ഫിലിം പപ്പയുടെ സ്വന്തം അപ്പൂസിൽ എല്ലാവരും ജാനകിയമ്മയുടെ ഒരു സൗണ്ട് കേട്ടതാണ് അല്ലേ. ഓലത്തുമ്പത്തിരുന്നു യലാടും ചെല്ലപ്പൈങ്കിളി, എൻ്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി, വെള്ളം കോരിക്കൊളിപ്പിച്ച് കിന്നരിച്ചോമനിച്ചയ്യ, എൻ്റെ മാരിപ്പളുങ്കിപ്പം രാജപ്പൂ മുത്തായി പോയടി. ഇതും നമുക്ക് എല്ലാവരും മലയാളികൾ ഏറ്റെടുത്ത ഒരു സോങ്ങാണ്. ഇത് സിനിമയിൽ വന്നപ്പോൾ ദാസേട്ടൻ്റെ വോയിസിലാണ് വന്നതെങ്കിലും സിനിമയിലും ഉണ്ട്. ഈ ഒരു ശോഭന പാടി അഭിനയിക്കുന്ന ഒരു രംഗത്തിലുണ്ടല്ലോ, ജാനകിയമ്മ പാടിയതാണത് അവിടെ. പിന്നെ അടുത്ത് നമ്മുടെ ദിലീപിൻ്റെ ചാന്തുപൊട്ട് ഇറങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ജാനകിയമ്മയുടെ ഒരു പാട്ടുണ്ടായിരുന്നു അതിൽ. ആഴക്കടലിൻ്റെ അങ്ങേക്കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെൻ്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ, കണ്ണിലായ എണ്ണയൊഴിച്ചു കൊണ്ടെത്ര നാൾ കാത്തിരിക്കും ഞാനിരുട്ടിൽ. എന്ത് രസമല്ലേ പാട്ടുകൾ, ഭയങ്കര ഫീൽ തരുന്ന പാട്ടുകളാണ് ഇതൊക്കെ. പിന്നെ നമുക്ക് വിദ്യാസാഗർ മാഷിൻ്റെ ഒരു മ്യൂസിക്കിൽ നമ്മുടെ കർണ സിനിമയിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ SP സാറും നമ്മുടെ ജാനകിയമ്മയും തകർത്ത് പാടിയൊരു പാട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ അല്ലേ, ഞാൻ പറയുന്നതിന് മുമ്പേ എല്ലാവർക്കും അറിയാം. മലരേ മൗനമാ മൗനമേ വേദമാ അല്ല, എന്ത് രസ പാട്ടൊക്കെ കേൾക്കാൻ. നമ്മൾക്ക് എത്ര പാടിയാലും എത്ര ഇതായാലും നമുക്കത് ഒരിക്കലും നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും നമുക്കത് മായാത്ത ഓർമ്മകളായി കിടക്കുന്ന പാട്ടുകളാണ് ഇതൊക്കെ. പിന്നെ മൂടുപടം എന്ന സിനിമയിൽ നമ്മുടെ ഭാസ്കരൻ മാഷും രചിച്ച പാട്ടാണ്. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ
വിരുന്നുകാരൻ. ഇത് അതേപോലെ നമ്മുടെ ഭാർഗവീ നിലയം എന്ന് പറഞ്ഞൊരു സിനിമ വന്നിരുന്നു. അതിൽ വളരെ മനോഹരമായൊരു പാട്ടുണ്ട്. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ, വാസന്ത പഞ്ചമി നാളിൽ. ഇനിയും നമുക്ക് എണ്ണിയാ തീരാത്ത കുറേ പാട്ടുകളുണ്ട്. ഇനിയും ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള പാട്ടുകളെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോടുമായിട്ട് സംസാരിച്ചത്. ഇഷ്ടംപോലെ പാട്ടുകളുണ്ട് ഇനിയും ഞാൻ പാടാത്തതും. എനിക്ക് ഏതൊക്കെ പാട്ട് പാടിയാലാണ് അത്രയും നിങ്ങളുടെ മുമ്പിൽ പാടുക എന്ന് എനിക്ക് അത്ര അറിയില്ല. അത്രയും വളരെ എന്താ പറയുക, അത്രയും ഫീലിംഗ് ആയിട്ടുള്ള കുറേ പാട്ടുകളുണ്ട് ജാനകി അമ്മയുടെ. എന്തായാലും നമ്മുടെ ജാനകി അമ്മ നമ്മളെ വിട്ടു പോയതിൽ വളരെ സങ്കടമുണ്ട്. ഏതായാലും ജാനകി അമ്മയുടെ പാദങ്ങളിൽ വീണ്ടും സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.